പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വടകര റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ബാംഗ്ലൂരിലുള്ള യശ്വന്തൂരിലേക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും 6 മണിക്കും 6:05 എടുക്കുന്ന കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന യശ്വന്തൂർ എക്സ്പ്രസ്സിനാണ് നമ്മൾ ഇന്നത്തെ യാത്ര പോകാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വടകര റെയിൽവേ സ്റ്റേഷനിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ലോറികളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ മൊത്തം ലോറികളും കാര്യങ്ങളൊക്കെയാണ്. കാരണം അപ്പുറത്ത് ആ ഒരു സൈഡിൽ വരുന്നത് കണ്ടോ, അവിടെ വരുന്നത് നമ്മുടെ ഗുഡ്സ് ട്രെയിനാണ്. അപ്പോൾ ഗുഡ്സ് ട്രെയിനിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് ഇത് ലോറിയിലേക്കാക്കിയിട്ട് കൊണ്ടുപോകാൻ പതിവ്. അങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് അങ്ങ് ദൂരെ കണ്ടോ, അതാണ് 1ാമത്തെ പ്ലാറ്റ്ഫോം. നമ്മളെ വടകര നീതി കണ്ടില്ലേ, അതാണ് 1ാമത്തെ പ്ലാറ്റ്ഫോം. അപ്പോൾ അവിടെയാണ് നമ്മുടെ യശ്വന്തൂർ എക്സ്പ്രസ് വരുന്നത്. പിന്നെ നടുക്ക് വരുന്നത് 2ാമത്തെ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതാണ് നമ്മുടെ വടകര സ്റ്റേഷൻ. അവിടെ കണ്ടോ ഒരു ലെവൽ ക്രോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളതിലൂടെയാണ് നമ്മൾ നടന്ന് വന്നത്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ട്രെയിന് വരുന്നത് നമുക്ക് 6:45 ഏകദേശം 2.5 മണിക്കൂറും കൂടി ഉണ്ട്. വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് നേരത്തെ നമ്മൾ വന്നതാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഞാനിപ്പോൾ അങ്ങനെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇതേ നോക്കി, നമ്മൾ നേരത്തെ കണ്ട വടകര നീതി ആ ഒരു ബോർഡില്ലേ, അത് അവിടെയാണ് വരുന്നത്. ഇതേ സമയം അങ്ങനെ രാത്രി 6:27 ആയിട്ടുണ്ട്. ഈ വരുന്ന ട്രെയിൻ നിങ്ങൾ കണ്ടോ, ഇതൊരു മെമു ആണ്, കണ്ണൂർ ഷൊർണൂർ മെമു. അപ്പോൾ കണ്ണൂർ ഷൊർണൂർ മെമു ആണ് ഈ വരുന്നത്. കണ്ണൂർ ഷൊർണൂർ മെമു. ആയി 6:39 എത്തേണ്ട വണ്ടിയാണ്. 11 മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മളെ വണ്ടി വരുന്നത്, കണ്ണൂർ യശ്വന്തൂർ എക്സ്പ്രസ്. അപ്പോൾ ഇതേ നമ്മളെ വണ്ടി വടകര റെയിൽവേ സ്റ്റേഷനിലെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കോച്ച് ഇതേ ഇവിടെ തന്നെയാണ് വരുന്നത്. S11 S10 എത്തി, പിന്നെ അതെ S11 ഇതാണ് നമ്മുടെ കോച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കയറാം. വണ്ടി ഒന്ന് നിർത്തട്ടെ. നമ്മളങ്ങനെ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെർത്ത് വരുന്നത് ആ കാണുന്ന അപ്പർ ബെർത്താണ്. 59 നമ്മളെ ബെർത്തിൻ്റെ നമ്പർ വരുന്നത്. ഇവിടെയാണ്. അങ്ങനെ വടകരയിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ക്യാമറ ഓണാക്കണമെന്ന് വെച്ചാണ്, പക്ഷെങ്കിൽ നടന്നില്ല. നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വടകരയിൽ നിന്ന് നമ്മൾ വണ്ടി വിട്ടു. വടകര 1 മിനിറ്റ് ആയിരുന്നു പോയിട്ടുള്ളത് നമ്മളെ ട്രെയിനിന്. ഒരു റോഡിന് പാരലായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് രാത്രി ആയതുകൊണ്ടാണ് ക്വാളിറ്റിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നത്. കാരണം രാത്രി ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ വീഡിയോ ക്വാളിറ്റിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. നോയ്സും കാര്യങ്ങളൊക്കെ വരും. ക്വാളിറ്റി വളരെ ശോകമായിരിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കൊരു ട്രെയിൻ ഇവിടെ നിന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടി നമ്മൾ കണക്കിലാക്കുന്നില്ലോ. വല്ലാതെ നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കണം. മൈക്കൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. എന്നാലും നോയ്സ് വല്ലാതെ കാര്യം വരുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ ട്രെയിൻ അങ്ങനെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട്. സമയം ഇപ്പം 7:08 ആയിട്ടുണ്ട്. ഒരു 7:10 ആകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും.
കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മുടെ വണ്ടി അങ്ങനെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ 1 മിനിറ്റാണ് വണ്ടിക്ക് ഹോൾഡ് ഉള്ളത്. അങ്ങനെ നമ്മളെ വണ്ടി കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:26 ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിന് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ടുണ്ട്. 2 കിലോമീറ്ററും കൂടിയാണ് കാണിക്കുന്നത്. നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 7:46 എത്തിയത്. 3 മിനിറ്റാണ് ഇവിടെ ഹോൾഡ് വരുന്നത്. കോഴിക്കോട് സ്റ്റേഷനിൽ വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 8:08 ആയിട്ടുണ്ട്. 1 മിനിറ്റാണ് ഇവിടെ ഹോൾഡ്. നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ആരാം പരപ്പനങ്ങാടിയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ യശ്വന്ത്പുരം എക്സ്പ്രസ്സിൽ നമ്മളിപ്പോൾ പോകുന്ന വണ്ടിയിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊയിലാണ്ടി സ്റ്റേഷനൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ചൊരു 10-30 സെക്കൻഡ് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറകുന്ന് ഒരാൾ വിളിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പേടിച്ചു എന്താ സംഭവം. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ റെയിൽവേയിലെ പോലീസാണ്. 2 സാറുമാരുണ്ടായിരുന്നു. അപ്പോൾ സാറിനോട് പറഞ്ഞു ഞാൻ ഈ ഗിംബലും കാര്യങ്ങളൊക്കെ പിടിച്ചാൽ നിൽക്കുന്നത്. ഒരു കൈ നമ്മളെ ഇതിന് ടേപ്പ് പിടിക്കുന്ന സംഭവമില്ലേ, അതിന് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു ഇതും പിടിച്ച് നിന്നാൽ പിന്നെ പിടിക്കുമ്പോഴുണ്ടാവില്ല, പുളുകോടി വരും. സാറ് ഇവിടെ 2 തട്ടൊക്കെ തട്ടി പറഞ്ഞ് അകത്തേക്ക് പോയിക്കുന്നതാണ്. അത് സാറിനോട് പറഞ്ഞുള്ളത് തന്നെയാണ്. കാരണം പക്ഷേ നമ്മളൊന്നും സ്ലിപ്പായിപ്പോയി. നമ്മൾ ഈ കയ്യിലുള്ള ഈ സംഭവം നമ്മൾ കയ്യിൽ നിന്ന് പോകുന്നേരം നമ്മളോട് ഓട്ടോമാറ്റിക്കലി ആ കൈ വിട്ടു. അത് സ്വാഭാവികമാണ്. പിന്നെ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ റിസ്ക് എടുത്താണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നല്ല മാക്സിമം നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് വേണമല്ലോ. അപ്പോൾ അതിന് നമ്മളൊരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അവിടുന്ന് 100 രൂപയാണ് അതിന് വില വന്നത്. അതിനിപ്പോൾ നമുക്കൊരു ഷൊർണൂർ ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കണം. കാരണം ഇപ്പം കഴിക്കൽ ബുദ്ധിമുട്ടെന്നല്ല, നമുക്കിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണ്ടേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഷൊർണൂരിൽ നിന്ന് പാലക്കാട് 1.5 മണിക്കൂറിന് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതും കഴിച്ച് ബാക്കി വീഡിയോസ് എടുക്കാം. നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഈ ട്രെയിനിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. വലിയ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. അതെ, ഇവിടെ ഒരു മിററുണ്ട്. ഇവിടെ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ട്. പിന്നെ പൈപ്പ് ഉണ്ട്. കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. വലിയ സ്മെല്ലൊന്നും വരുന്നില്ല. നമ്മളിപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ടുണ്ട്. ഒരു 1-2 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്താനായിട്ടുണ്ട്. കുറച്ചുകൂടി ഉള്ളൂ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 2 മിനിറ്റാണ് ട്രെയിൻ ഇവിടെ ഹോൾഡ് വരുന്നത്. നമ്മുടെ ഈ ഒരു യശ്വന്ത്പുരം എക്സ്പ്രസ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ അത് തിരൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ബൈ തിരൂർ.
കുറ്റിപ്പുറമാണ് നമ്മൾ അടുത്ത സ്റ്റേഷൻ. നമ്മൾ ട്രെയിൻ അങ്ങനെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സമയം 8:44. 1 മിനിറ്റാണ് ഇവിടെ ഹോൾഡ് വരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ തേർഡ് AC 3 ടയർ. പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികർ कृपया ध्यान दें. गाड़ी संख्या 1630 आलपुरा कन्नौर एग्जीक्यूटिव एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 1 पर आएगी. For the kind attention of passengers. അങ്ങനെ കുറ്റിപ്പുറത്ത് നിന്ന് നമ്മളെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേഷൻ നമുക്ക് വരുന്നത് ഷൊർണൂർ ജംഗ്ഷൻ. ഷൊർണൂർ ജംഗ്ഷൻ. നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഇവിടുന്ന് വിട്ട ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കണം. പിന്നെ പാലക്കാടാണ് അടുത്ത സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഫുഡ് കഴിച്ചാൽ നമുക്ക് ബാക്കി പരിപാടികൾ കൂടി സ്റ്റാർട്ട് ചെയ്യാം. അതായത് ബാക്കി വീഡിയോസും കൂടി നമുക്ക് എടുത്ത് തീർക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോം വരുന്നൊരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു നമ്മുടെ ഷൊർണൂർ. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. Central Railway Station Superfast Express is running on time and expected to arrive at 21 hours 50 minutes on platform number 4. നമ്മുടെ വണ്ടി അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. 9:23 വണ്ടി ഇവിടെ എത്തിയത്. 5 മിനിറ്റ് ഇവിടെ ഹോൾഡ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. അങ്ങനെ 5 മിനിറ്റ് ഹോൾഡിന് ശേഷം നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വണ്ടി അങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കോഴിക്കോട് നിന്ന് വാങ്ങിച്ച ചിക്കൻ ബിരിയാണി. നമുക്കിത് കഴിക്കാം. ഒരു അച്ചാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. സംഭാടികൾ. ഒരു പീസ് വലിയ ചിക്കൻ വരുന്നുണ്ട്. നമുക്കിത് കഴിക്കാം. കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് മെയിനായിട്ട് 2 വണ്ടിയാണ് നമുക്ക് വരുന്നത്. കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഷൊർണൂർ പാലക്കാട് കോയമ്പത്തൂരിലേക്ക് പോകുന്ന നമ്മുടെ യശവന്തൂർ എക്സ്പ്രസ്. അതല്ലാതെ ബാംഗ്ലൂരേക്ക് പോകുന്ന വേറൊരു വണ്ടി കൂടി ഉണ്ട് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന KSR ബംഗളൂരുവിലേക്ക് പോകുന്ന ഒരു വണ്ടി കൂടി ഉണ്ട്. അത് പോകുന്നത് കാസർഗോഡ് മംഗളൂർ ജംഗ്ഷൻ വഴിയാണ്. അങ്ങനെ 2 വണ്ടിയാണുള്ളത്. പിന്നെ വീക്കിലി പോകുന്ന വേറൊരു വണ്ടി കൂടി ഉണ്ട്. നമ്മുടെ വണ്ടിയിൽ നല്ല പറപ്പിച്ചാണ് നമ്മൾ ലോക്കോ ബൈക്ക് കൊണ്ടുവന്നത്. എനിക്കൊന്ന് കുറച്ചൊന്ന് ഡിലേ ആയിട്ടുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിനിച്ചോണ്ട് പോകുന്നത്. നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്നത് പാലക്കാട് സ്റ്റേഷനാണ്. അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാനായിട്ടുണ്ട്. കുറച്ചുകൂടി പോകുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ പതിയെ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്. ഞാൻ നമ്മുടെ തേർഡ് AC ഭാഗത്താണുള്ളത്. ഇവിടെ നമ്മുടെ പില്ലോടെ കവറും അതുപോലെ തന്നെ വിരിയൊക്കെ കൊടുക്കുന്ന സംഭവമില്ലേ, ഇത് നിറച്ചൊക്കെ അതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്താണുള്ളത്. ഇവിടെ നമുക്ക് ഡോറ് വരുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ ക്യാമറ പുറത്തേക്ക് ഇട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ വടകരയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്ര നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഒരു ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. പാലക്കാട് ജംഗ്ഷൻ. ഇതേ അപ്പുറം ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ. ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പാലക്കാട് ജംഗ്ഷൻ. ഇത് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ. WAG7 ആണ് ഇതിൻ്റെ ലോക്കോ വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടില്ല. കാരണം ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ മാറ്റിയിടുന്ന തോന്നി ഇതിൻ്റെ നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത്, ഏതാണെന്ന് മാർക്ക് ചെയ്തില്ല. അങ്ങനെ സമയം ഇപ്പം 10:15 ആയിട്ടുണ്ട്. നമ്മളിപ്പം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റാണ് നമ്മൾ വണ്ടിക്ക് ഹോൾഡ് വരുന്നത്. ഇനിയിപ്പോൾ കോയമ്പത്തൂർ ഈ റോഡൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ എടുക്കുന്നില്ല, കാരണം നമുക്ക് ഉറങ്ങേണ്ട സമയവും
അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ രാവിലെ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നുള്ള വീഡിയോയും കൂടി നമ്മൾ ഇതിനോട് ഉൾപ്പെടുത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ 2ാമത്തെ ദിവസമാണ് നമ്മൾ ബാംഗ്ലൂർ യശ്വന്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ എണീറ്റു, പല്ല് തേച്ചിട്ടില്ല, മുഖം കഴിയിട്ടില്ല, നേരെ ഫോണെടുത്ത് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇപ്പം നമ്മൾ ധർമ്മപുരിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓസൂറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓസൂറിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 20 കിലോമീറ്റർ കൂടി ഓസൂർ എത്താനുണ്ട്. സമയം ഇപ്പം 6:48 ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ട്രെയിനിൻ്റെ വൃത്തിയെക്കുറിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ട്രെയിൻ നല്ല മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്, നല്ല വൃത്തിയിൽ തന്നെയാണ് പോകുന്നത്. നമ്മുടെ സ്ലീപ്പർ കോച്ച് ആയാലും ബെർത്തിൽ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്ലോറും കാര്യങ്ങളൊക്കെ ക്ലീനാണ്. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ നമ്മൾ നേരത്തെ കാണിച്ചാണ് ബാത്റൂമൊക്കെ. ഓവറോൾ നല്ലൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്ലീപ്പറൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ജനറലിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. സ്ലീപ്പറിൽ ബുക്ക് ചെയ്തിട്ടില്ല എല്ലാവർക്കും കാര്യം. പിന്നെ അതുപോലെ തന്നെ ജനറലിൽ നമുക്ക് കാല് കുത്താൻ സ്ഥലം ഉണ്ടാവും, അമ്മാതിരി തിരക്കായിരിക്കും. ഉറക്ക ക്ഷീണം ഉണ്ടാവും, യാത്ര വളരെ ബോറായിരിക്കും. അപ്പോൾ മാക്സിമം സ്ലീപ്പർ തന്നെ എടുക്കുക, അല്ലെങ്കിൽ തേർഡ് AC എടുക്കുക. തേർഡ് ACയിലേക്ക് ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. സ്ലീപ്പർ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു ബ്ലാങ്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പിൻ്റെ വലിയൊരു ഇഷ്യൂ ഒന്നും നമുക്കങ്ങനെ വരുന്നില്ല. അങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിരിക്കുമ്പോഴാണ് കാപ്പിയും കൊണ്ട് നമ്മളെ ബയ്യന്മാർ വരുന്നത്. അപ്പോൾ അവരായിട്ട് നല്ല അടിപൊളി കാപ്പി വാങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കോഫിക്ക്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സമയം അങ്ങനെ 6:10 ആയിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളെ വണ്ടി ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു, കാരണം ഇവിടെയൊക്കെ തമിഴ്നാട്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ 2 മിനിറ്റാണ് നമ്മുടെ വണ്ടിക്ക് ഇവിടുന്ന് ഹോൾഡ് വരുന്നത്. അങ്ങനെ ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വണ്ടി സമയം 6:13. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതിൻ്റെ ഒരു ഇതുണ്ട്, നല്ല രസമുണ്ട്. പക്ഷേ നമ്മുടെ ക്യാമറയിൽ ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് ഇത് കറക്റ്റ് ഒരു റെഡിയായിട്ട് കാണാത്തത്. ഇതിന് നല്ല അടിപൊളി, നേരിട്ടാണ് നല്ല അടിപൊളി വൈബാണ്. വണ്ടിയാണ് ഈ പോകുന്നത്. സമീപം 7:03 ആയിട്ടുണ്ട്. നമ്മളിപ്പം കർമ്മേളാരം എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് വണ്ടിക്ക് ഹോൾഡ് വരുന്നത്. എനിക്ക് തോന്നുന്നു അധികം പേരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ പല സ്ഥലത്തേക്കും പോകേണ്ട ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് അധികം പേരും ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി യശ്വന്തപൂരിലേക്കും കുറേ ആൾക്കാരുണ്ടാവും. സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്ന നമ്മുടെ അവിടെ മരത്തിൻ്റെ ഇലയുടെ ഇടയിൽ കൂടി സൂര്യരശ്മികൾ ഇങ്ങനെ വരുന്നതാണ് എന്ത് രസമെന്നറിയാം. നല്ല തണുപ്പ് വരുന്നുണ്ട് കേട്ടോ ഏരിയയിൽ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമില്ലേ, കർമ്മേല എന്തോന്നോ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് കറക്റ്റ്. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം ഫോഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ട ക്യാമറയിൽ വലിയ രീതിയിൽ കാണുന്നില്ല, എന്നാലും ഇവിടെ അത്യാവശ്യം ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇവിടെ വരുന്ന ഹോൾഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മിനിറ്റാണ്. പക്ഷേ ഇപ്പോൾ വണ്ടി പിടിച്ചിട്ട് ഏകദേശം 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിഗ്നൽ കിട്ടാനിട്ടാണ്. ട്രാക്കിൽ വല്ല പണി നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതൊക്കെ ട്രെയിൻ വരുന്നുണ്ടാവും, സിംഗിൾ ലൈൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മുടെ വണ്ടി എടുക്കാത്ത. പെട്ടെന്ന് തന്നെ എടുക്കുന്നു വിചാരിക്കാം.
പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു യശ്വന്തൂർ എക്സ്പ്രസ് വണ്ടി ഏകദേശം 1 മണിക്കൂർ 32 മിനിറ്റ് ലേറ്റായിട്ടാണ് ഓടുന്നത്. എന്താ അറിയില്ല. ഒരാൾ രാവിലെ തന്നെ നടക്കാനറിയത് കണ്ട് കൂട്ടിന് വേറൊരാൾ കൂടി ഉണ്ട്. 23 മിനിറ്റാണ് കർമ്മേളാരൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി ഹോൾഡായി വന്നത്. കാരണം സിഗ്നൽ കിട്ടാത്തതുകൊണ്ടാണ്. ട്രാക്ക് പണി നടക്കുന്നുണ്ട്, കണ്ടോ, ട്രാക്കിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മൊത്തം ട്രാക്കിൽ വർക്ക് നടക്കുക. അതുകൊണ്ടാണ് നല്ല ഡിലേ ആകുന്നത്. ഇപ്പോൾ തന്നെ 1.25 മണിക്കൂറായിട്ട് വണ്ടി ഡിലേ ആണ്. ദൂരെ നമ്മുടെ സൂര്യനെ നമ്മളിപ്പോൾ എക്സ്പോഷർ കുറച്ചിട്ടാണ് എടുക്കുന്നത്. കണ്ടോ, ഒരു പൊട്ട് പോലെ എവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കർവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിറയ്ക്കുന്നുണ്ട്. ഗിംബെല്ലാം കൊണ്ടാണ് ആ ഒരു സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. സമയം ഇപ്പം 7:52 ആയിട്ടുണ്ട്. ബനസ്വാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 3 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ ഹോൾഡ് വരുന്നത്. വണ്ടി 1 മണിക്കൂറും 48 മിനിറ്റും ലേറ്റാണ്. ട്രാക്കിൽ പണി നടക്കുന്നുണ്ടാണ് കേട്ടോ. ഇതേ അവിടെയുള്ളത് നമ്മുടെ കോച്ച് സ്ലീപ്പർ, ഇവിടുത്തെ ഡേയ്സ്. നമ്മുടെ വണ്ടി ബനസ്വാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അടുത്ത് വരുന്നത് യശ്വന്തൂർ സ്റ്റേഷനാണ്. അവിടെ നമ്മൾ ഇറങ്ങും. അവിടെ വരെ ട്രെയിനുള്ളൂ. കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടി യശ്വന്തൂർ വരെ. ഇവിടെയൊക്കെ കണ്ടോ, തീയിട്ടതാണെന്ന് തോന്നുന്നു. തീയിട്ടത് കണ്ടോ, മൊത്തം കരിയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് കൂടി വരുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേഷനാണ് നമുക്ക് അടുത്ത് വരുന്നത്, യശ്വന്തൂർ. ഇവിടെ ഒരു വണ്ടി കണ്ട, ഇത് യശ്വന്ത്പൂർ ശിവമോഗ ടൗൺ പോകുന്ന വണ്ടിയാണ്. സ്ലീപ്പർ ക്ലാസ്സാണ് ഇതൊക്കെ. ഫസ്റ്റ് എ സി, തേർഡ് എ സി അങ്ങോട്ടാന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ അവിടെ അങ്ങനെ വരുന്നു. യശ്വന്ത്പൂർ ഹസ്രത്ത് നിസാമുദ്ദീൻ വണ്ടിയാണ് ഇവിടെയുള്ള ആ റെഡ്. നല്ല തണുപ്പുണ്ട് കേട്ടോ യശ്വന്തൂർ. ബാംഗ്ലൂർ മൊത്തം നല്ല തണുപ്പാന്ന് തോന്നുന്നു. സമയം ഇപ്പോൾ എത്രയാ, 8:22 എന്നിട്ട് നല്ല തണുപ്പുണ്ട്. ഓഫ്, നമ്മുടെ വണ്ടി അങ്ങനെ യശ്വന്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്നലെ കിടന്ന ബെർത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു അപ്പർ ബെർത്താണ് 59.
നമ്മുടെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമുക്ക് ഇറങ്ങാം. ബാഗ് മോട്ടർ എടുത്ത് വെച്ചാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 12 മണിക്കൂർ സഞ്ചരിച്ച് 660 കിലോമീറ്റർ താണ്ടി നമ്മൾ യശ്വന്തൂരിലെത്തിയിരിക്കുകയാണ്. ഈ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണാത്തവരേക്കും ഹായ്.